ഹലോ ചർച്ച്, താങ്ക് യു ഫോർ ജോയിനിങ് ടുഡേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓൺലൈൻ സർവീസിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണുവാൻ കഴിയുന്നതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ഞായറാഴ്ചയാകുന്നു. WICC തുടങ്ങിയിട്ട് ഇന്ന് 12 വർഷം തികഞ്ഞിരിക്കുന്നു. എനിക്കുറപ്പാണ് നാം ഓരോരുത്തരും ഈ കഴിഞ്ഞ 12 വർഷങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ WICCയിൽ വന്ന സമയം തൊട്ട് നിങ്ങൾ പുറകിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നിമിഷങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ഞാൻ പിറകിലേക്ക് ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന ഒരു കാര്യം ഇതാകുന്നു: WICC എന്നും എൻ്റെ കുടുംബമായിരുന്നു. എന്നെ അനുഗ്രഹിച്ച് എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് ഈ സഭയിലുണ്ട്. ഞാൻ ഓരോരുത്തർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, താങ്ക് യു ഫോർ ബീങ് എ ബ്ലെസ്സിങ് ഇൻ ദിസ് ഫാമിലി. ഈ ഒരു കുടുംബം ഒരു അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ പങ്ക് ചെയ്തതിനായിട്ട് ഞാൻ പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഗ്യാദർ ചെയ്തിരുന്നെങ്കിൽ, കോവിഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ നാം ഒന്നിച്ച് വന്നിരുന്നെങ്കിൽ, നമ്മൾ ഈ സന്തോഷവും ഈ സ്നേഹവും അന്യോന്യം ആലിംഗനം ചെയ്തുകൊണ്ടും പരസ്പരം വിഷ് ചെയ്തുകൊണ്ടും നാം പ്രകടിപ്പിച്ചേനെ. നമുക്കിപ്പോഴും തീർച്ചയായിട്ടും അത് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ചാറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടൈപ്പ് ചെയ്താട്ടെ, ഈ കുടുംബത്തെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്നേഹം വിഷ് ചെയ്താട്ടെ. ഹാപ്പി ആനിവേഴ്സറി WICC. നാം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സർവീസിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നു. നിങ്ങൾ WICCയുടെ ഓൺലൈൻ സർവീസിലേക്ക് ഇന്ന് ആദ്യമായി ട്യൂൺ ഇൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന കണക്ട് ഫോം ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ലഭ്യമാണ്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദ വിവരങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം തീർച്ചയായിട്ടും നൽകുക. ഞങ്ങളുടെ കണക്ട് ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻറ്റർസെസറി ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. പിശാചിന് തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായി നാം കഴിഞ്ഞ 3 ആഴ്ചയായി വളർന്നുകൊണ്ടിരിക്കുന്നു. നാം ആദ്യത്തെ ആഴ്ച കണ്ടു പിശാച് ഒരു വഞ്ചകനാണെന്നുള്ളത്. രണ്ടാമത്തെ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി പിശാച് പ്രലോഭിപ്പിക്കുന്നവനാണെന്ന്. കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് ഇതാകുന്നു: പിശാച് ഒരു അപവാദിയാണെന്ന്. എന്നാൽ ഈ ആഴ്ച നാം കേൾക്കുവാൻ പോകുന്നത്, നാം ശ്രദ്ധിക്കാൻ പോകുന്നത്, പിശാച് ഒരു സംഹാരകനാകുന്നു. ഈ സത്യം തീർച്ചയായിട്ടും നാം ഓരോരുത്തരെയും വിടുവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാം ഇപ്പോൾ ആരാധിക്കുവാനായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തി നടത്തുമാറാകട്ടെ. യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നന്ദി പറയാം നല്ലവനെ യേശുവേ. ഹല്ലേലൂയ. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ട തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ട തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ.
Hallelujah. യേശുവേ, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ, ആഴിമേൽ നടക്കൊണ്ടും താൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയതിൽ നാലാമൻ താൻ, ആഴിമേൽ നടക്കൊണ്ടും താൻ. ഹല്ലേലൂയ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. Hallelujah. നീ നല്ലവൻ. ഉരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായ അവൻ നിനക്ക്. കൂട്ടിനായി വരും തൻ പോലും വടിയും കൂടെന്നും ആശ്വാസമായി. ഉരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായ അവൻ നിനക്ക്. കൂട്ടിനായി വരും തൻ കോലും വടിയും കൂടെന്നും ആശ്വാസമാ. ചേർന്ന് പറയാം. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. Hallelujah. യേശുവേ, നീ വിശ്വസ്തൻ. ഭൂമിയും മാറും, അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും, നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗയുഗവാ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ ദിനം കോട്ടത്തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ, മരണമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ ദിനം കോട്ടത്തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. യേശുവേ, മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി, അഭയം താൻ അവർക്കെന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ആ ദൈവത്തിൻ്റെ തികവിൽ നമുക്ക് ഒരുമിച്ച്
കർത്താവിനെ ആരാധിപ്പാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം നമുക്ക് എല്ലാവർക്കും ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഭയത്തിന് സ്ഥാനമില്ല, ഇവിടെ നിരാശകൾക്ക് സ്ഥാനമില്ല. ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദവും നിറഞ്ഞ് തുളുമ്പുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിലേക്കൊന്ന് പകർന്നാട്ടെ. ആമേൻ. അവൻ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, അവൻ സ്നേഹമാകുന്നു. ദൈവമേ, അവനിൽ കൂടി അല്ലാതെ ആരും ദൈവത്തെ കാണത്തില്ലെന്ന വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ തികഞ്ഞ സ്നേഹത്തിൽ ആ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകർന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവൻ വലിയ വലിയ സ്നേഹമുള്ള ഒരു വലിയ പിതാവാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല എന്ന വചനം പറയുന്നത്. ആമേൻ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തെ പകരാം. ആമേൻ. യേശുവിനെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, അവനെ പോലെ കരുതാൻ നമുക്ക് മറ്റാരുമില്ല. ആമേൻ. ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശയാണ്. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ തൊട്ടത് നമുക്കൊന്നുകൂടെ പറയാം, എനിക്ക് യേശുവിനെ പോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. താങ്ക് യു ഫാദർ. കർത്താവേ, ഞങ്ങളുടെ സ്നേഹത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ, ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു അപ്പാ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓ യേശുവേ, യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. ഓ ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന, യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. ഓ അങ്ങേ പോലെ കരുതാൻ ആരുമില്ല യേശുവേ, ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ, യേശു എന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ
യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. നാദാ നന്ദി യേശുവേ. ഹല്ലേലൂയ. ഏകനെന്നു തോന്നിടുമ്പോ യേശു സ്നേഹിതൻ, പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. Hallelujah. യേശുവേ, നമുക്ക് യേശുവിനെ ആരാധിക്കാം. യേശുവേ Hallelujah. നീ നല്ലവൻ,
നല്ലവൻ യേശുവേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങൾ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. ആമേൻ. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ യേശുവേ, യേശുവേ നീ നല്ലവേ. രോഗങ്ങളാൽ നീ തളരുകയോ, ഭാരങ്ങളാൽ നീ വലയുകയോ. രോഗങ്ങളാൽ നീ തളരുകയോ,
കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. യേശുവിന്റെ വാഗ്ദത്തങ്ങൾ ഓർത്തുന്ന യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നീ നല്ലവൻ, സത്യത്തിലും ആത്മാവിലും നീ വിശ്വസ്തൻ തന്നെ എന്ന് പറയാം. ഹല്ലേലൂയ. ആരും വേണ്ട, നീ മാത്രം മതി. ഹല്ലേലൂയ. ഒരാരാരേ ഒരാശേരോരാരേ. നീ നല്ലവൻ ചേർന്ന് പറയാം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനീരും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഒരിക്കലും പറയാം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ആമേൻ. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതൂ അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. നീ വിശ്വസ്തൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പകർന്നാട്ടെ. നമ്മളെ അധികമായി സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. നമ്മുടെ ഓമന പേര് ചൊല്ലി നമ്മളെ വിളിക്കുന്നവൻ, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം അവനോട് പങ്കുവച്ചാട്ടെ. ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും നമ്മളെ സ്നേഹിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന ആ സന്തോഷം ആ കർത്താവുമായിട്ടൊന്ന് പങ്കുവച്ചാട്ടെ. ഇന്ന് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹപൂർവ്വമുള്ള ഒരു ആരാധന ഉയരട്ടെ.
Hallelujah. Thank you, Lord. യേശുവേ, Hallelujah. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. മരുഭൂമിയിൽ അർത്ഥപ്രാണനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എൻ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെൻ യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ളനാഥൻ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേഷു 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേഷു എനിക്കൊരു തമഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്ര
ജീവിതത്തിലേകുമെൻ യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേഷു. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേഷു. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീ പൂ പോലെ മൃദുലം. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. Hallelujah. Oh. Hallelujah. Hallelujah. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. Hallelujah. Hallelujah. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും
എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഹല്ലേലൂയാ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടേതായിട്ടുള്ള സാന്നിധ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന ഞങ്ങൾക്ക് എത്ര വലിയ ഭാഗ്യമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒന്ന് ചേർന്ന് നമ്മുടെ ആരാധനയെ തുടരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് ഇടപെടുന്നു നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു കർത്താവേ. അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജോലി മണ്ഡലങ്ങളെല്ലാം അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാനിപ്പോൾ ആത്മാവിൽ സെൻസ് ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പ്രഖ്യാപിക്കട്ടെ. ഓൺട്രപ്രനറായിട്ടുള്ള ഒരു വലിയ ഗ്രേസ്
സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത കൃപ വ്യാപരിക്കുന്നതായിട്ട് ഞാൻ സെൻസ് ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് ചില ഫാമുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പുതിയ ഒരു കൃപ, ഓൺട്രപ്രനേഴ്സായിട്ട് എഴുന്നേൽക്കുവാനായിട്ട്, സംരംഭകരാകുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു പുതിയ അനോയിൻറ്റിങ് ചില പ്രത്യേക വ്യക്തികളുടെ മേൽ കർത്താവ് പകരുന്നതായിട്ട് ഞാൻ സെൻസ് ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. തകർന്നു കിടക്കുന്നതായിട്ടുള്ള ചില ബിസിനസ്സുകളുടെ മേൽ പ്രത്യേകമായിട്ട് പ്രിന്റിംഗ് മീഡിയ, ആ ഒരു കാറ്റഗറിയിൽ വലിയ ഒരു മുന്നേറ്റം, ആ ബിസിനസ് ചെയ്യുന്നവരുടെ മേൽ വലിയൊരു മുന്നേറ്റം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നതായിട്ടുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ടും ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, താൻ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുകയാകുന്നു, പിമ്പിലുള്ളത് മറന്നും. ഹല്ലേലൂയ. ഇന്ന് എന്നെ പ്രത്യേകമായി കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും പിമ്പിലുള്ളത് മറക്കുവാനായിട്ടുള്ള വലിയ ദൈവകൃപ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആന്തരിക സൗഖ്യം, പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നേറുവാനായിട്ട് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ, ചില വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കനത്ത നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ, അതിനെ മറന്ന് വീണ്ടും മുന്നോട്ട് നോക്കുവാനായിട്ടുള്ള ഒരു വലിയ പുതുശക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ചില വ്യക്തിബന്ധങ്ങളിൽ പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട്, ചില വിവാഹ ജീവിതത്തിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലേക്ക് ശക്തമായി ചലിക്കുവാനായിട്ടുള്ള ഒരു പുതിയ ശക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നത് ഞാൻ നിശ്ചയമായും എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നു. നിങ്ങളത് വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ തന്നെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. തുടർന്നും ഈ വാക്യം പറയുന്നത് ഇതാകുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ വചനം പറയുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും മുന്നോട്ട് ഓടുന്നു എന്നല്ല പറയുന്നത്, എന്നാൽ എൻ്റെ വിളിയെക്കുറിച്ച് ഞാൻ ബോധവാനാകുന്നു, എൻ്റെ വിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഇന്നു മുതൽ അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വിളിയുടെ ലാക്കിലേക്ക് ഓടുന്നവരായി മാറട്ടെ. ആത്മീയ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ചില മുരടിപ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, എനിക്ക് ഇനി എങ്ങോട്ട് തിരിയണമെന്ന് അറിയാതിരിക്കുന്നവർ, ഞാൻ അടുത്ത നിലവാരത്തിലേക്ക് ക്രിസ്തുവിനെ പോലെ ആകുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ ഒരു ദർശനം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഒരു ക്ലിയർ ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയുടെ ലാക്ക് എന്തെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാകുമാറ് നിങ്ങൾക്ക് വെളിപ്പാടുകൾ ലഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അസുഖം മുഖാന്തരമായിട്ട് ദൈവിക വിളിയിൽ മുന്നേറുവാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈപോളാർ ഡിസോർഡറിന് മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം വരുമാറാകട്ടെ. മൂഡ് സ്വിങ്സിനാൽ, ഡിപ്രഷനാൽ പ്രയാസപ്പെടുന്നവരുടെ മേൽ, വിഷാദ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ വരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്, എന്നാൽ ഡയബറ്റിക് കണ്ടീഷനുമായിട്ട് പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം വ്യാപരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം വ്യാപരിക്കുമാറാകട്ടെ. ഇന്നു മുതൽ പിന്നിലുള്ളത്, പഴയ ചാലഞ്ചസ്, പഴയ സാഹചര്യങ്ങൾ, പഴയ സ്ട്രാറ്റജീസിനെ മറന്ന്, എന്നാൽ മുമ്പിലുള്ള, നിങ്ങളുടെ മുമ്പാകെയുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാനായിട്ടുള്ള ഒരു ടോട്ടൽ ന്യൂ ഗ്രേസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ തക്കോണം നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള എന്ത് തന്നെ ആണെങ്കിലും ശരി, അതിനെ തരണം ചെയ്യുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവശക്തി, ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തി നടത്തുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ കഴിയുന്ന ദൈവസത്യം നാം ഇപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് ഏറ്റവും ആദരവോടുകൂടെ, ഏറ്റവും ബഹുമാനത്തോടുകൂടെ, ഏറ്റവും ശ്രദ്ധയോടുകൂടെ ഇന്നത്തെ സത്യം
എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാകുന്നു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Greetings to you in Jesus' mighty name. യേശു ക്രിസ്തുവിന്റെ ബലമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. I want to wish the whole WICC family a wonderful, happy 12th anniversary. ഇന്ന് WICC കുടുംബത്തെ ഇന്ന് 12ാമത്തേതായിട്ടുള്ള വാർഷികം ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ്. I'm so filled with the greatness towards God for the faithfulness He has shown to us as a church. നമുക്ക് ഒരു സഭ എന്നുള്ള നിലയിൽ ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന ആ മഹത്വത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഏറ്റവും നന്ദിയോടുകൂടായിരിക്കുന്നു. There are so many memories of the last 12 years of God's faithfulness. ദൈവത്തിൻ്റെതായിട്ടുള്ള ധന്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള വലിപ്പത്തെക്കുറിച്ച് വിശ്വസതയെക്കുറിച്ച് ഓർക്കുമ്പോൾ കഴിഞ്ഞ 12 വർഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർക്കുവാനിരിക്കുന്നു. My mind goes back to the small place in which we gathered and how God began to bring people in to be blessed by the ministry. എൻ്റെ ഓർമ്മ ഇപ്പോൾ പോകുന്നത് ഒരു ചെറിയ സ്ഥലത്ത് നാം എങ്ങനെ കൂടി വന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ നാം ഒരു അനുഗ്രഹമായി വരുവാൻ തക്കവണ്ണം ദൈവം എങ്ങനെ നമ്മെ വളർത്തി എന്നുള്ളതുമാകുന്നു. In the early years, the prophetic word was that God would bring in people from the Technopark community, and we went there multiple times and we saw how people began to come in. ആദ്യകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന പ്രവചന വാക്ക് എന്ന് പറയുന്നത് ടെക്നോപാർക്കിൽ നിന്നുള്ള ഒരു കൂട്ടം വ്യക്തികൾ കടന്നു വരുമെന്നുള്ളതായിരുന്നു. And we begin to see people coming in. അങ്ങനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു വ്യക്തികൾ കടന്നു വരുന്നത്. Lives being touched and them becoming part of the family of God. ജീവിതങ്ങൾ സ്പർശിക്കപ്പെട്ട് അവർ ദൈവകുടുംബത്തിന്റെ ഭാഗമാകുവാൻ തുടങ്ങി. And then, as the prophetic word said, that people would come in from different fields and different communities and different backgrounds. We one by one have seen the prophetic of the word of the Lord being fulfilled. അതിനുശേഷം പ്രവചനാത്മകമായിട്ടുള്ള വാക്കുകൾ വരുവാൻ തുടങ്ങി. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്ന്, വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യക്തികൾ കടന്നു വരുമെന്നുള്ളത് അതെല്ലാം നിവൃത്തിയാകുന്നത് കാണുവാനായിട്ട് ദൈവം അനുവദിച്ചു. I'm grateful to God for these 12 years. ഈ 12 വർഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിനായിട്ട് നന്ദിയോടെ ആയിരിക്കും. I want to tell you, every one of you is special. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും വളരെ സ്പെഷ്യൽ ആകുന്നു. Especially at these difficult times where COVID is spread around the world. പ്രത്യേകമായിട്ട് ലോകമെമ്പാടും ഈ ഒരു കാലഘട്ടത്തിൽ കോവിഡ് പരന്നിരിക്കുന്ന സമയത്ത് I want you to know God loves you, God is with you, and God is for you. ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, ദൈവം നിങ്ങളുടേതായിട്ടുള്ള പക്ഷത്താകുന്നു. We shall overcome this challenging time. ഈ പ്രതിസന്ധി ഘട്ടം എന്ന് പറയുന്ന നാം ഒന്നിച്ച് നമുക്ക് തരണം ചെയ്യുവാൻ കഴിവുള്ളതാകുന്നു. Now we will extend our tents and see the goodness of God. നമ്മുടെ കൂടാരങ്ങൾ പരക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെതായിട്ടുള്ള നന്മ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയും ചെയ്യും. Over the last few weeks we have been looking at this message of, are you unaware of Satan's schemes? നാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ഒരു ദൂതനായിട്ടുള്ള പരമ്പര നാം ശ്രദ്ധിക്കുകയാണ്. നാം പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരാകുന്നു. We saw firstly that Satan was a deceiver and he deceives us with lies. ഏറ്റവും ആദ്യമായിട്ട് നാം കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിശാച് വഞ്ചകനാകുന്നു. തന്റെ നുണകൾ കൊണ്ട് പിശാച് നമ്മെ വഞ്ചിക്കുന്നു. When he deceives, he comes along as a friend. അവൻ വഞ്ചിക്കുമ്പോൾ ഒരു സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുവാനാണ് അവൻ വരുന്നത്. In the second message we saw how Satan is a tempter. രണ്ടാമതായിട്ടുള്ള ദൂതിൽ നാം കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിശാച് എപ്രകാരം പ്രലോഭിപ്പിക്കുന്നവനാകുന്നു എന്നുള്ളതിനെ കുറിച്ച്. He tests us with lusts. നമ്മുടെ മോഹങ്ങൾ വെച്ചുകൊണ്ട് അവൻ നമ്മെ പരീക്ഷിക്കുകയാണ്. In that case, he comes alongside us as a provider. ആ സമയത്ത് നമുക്ക് വേണ്ടി അവൻ നൽകുന്നവനാകുന്നു എന്ന് അഭിനയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുവാൻ വരികയാണ്. Last week we saw how Satan is an accuser. കഴിഞ്ഞ ആഴ്ച നാം കാണുകയുണ്ടായി പിശാച് എപ്രകാരം ഒരു അപവാദിയാകുന്നു എന്നുള്ളത്. And how he blames us. എപ്രകാരം അവൻ നമ്മുടെ മേൽ കുറ്റം ചുമത്തുന്നു എന്നുള്ളത്. In that case, he comes alongside us as an opposer. ആ സാഹചര്യത്തിൽ അവൻ നമ്മുടെ എതിരാളിയായി നമുക്ക് നേരെ വരികയാണ്. But today we are going to look at how Satan, his scheme, he is a destroyer. എന്നാൽ ഇന്ന് ഈ ആഴ്ച നാം കാണുവാൻ പോകുന്നത് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് അവനൊരു സംഹാരകനായി വരുന്നതിനെ കുറിച്ചാണ്. And he comes with all-out attack against the believer, the child of God. ദൈവ പൈതലിനെതിരെ അല്ലെങ്കിൽ വിശ്വാസിക്കെതിരെ അവൻ തുറന്ന യുദ്ധവുമായി എപ്രകാരം അവൻ എതിരെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഇത് കാണുവാൻ പോകുന്നത്. In this case, he's an all-out enemy. ഈ പശ്ചാത്തലത്തിൽ അവൻ ഒരു വലിയ ശത്രുവായിട്ട് തന്നെ അവൻ വരികയാണ്. The Bible says our battle is not against flesh and blood, it's against Satan and his hosts. വചനം പറയുകയാണ് നമ്മുടേതായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല, എന്നാൽ പൈശാചികമായിട്ടുള്ള ശക്തികളോടാകും. But yet oftentimes people are the ones we see in front
of us and get offended with. എന്നാൽ പലപ്പോഴും നമ്മുടെ മുമ്പാകെ നാം കാണുന്ന വ്യക്തികളോടാണ് നമുക്ക് പലപ്പോഴും മനപ്രയാസം തോന്നാറുള്ളത്. As they are the ones that hurt us. അവരാകുന്നു നമ്മളെ വിഷമിപ്പിക്കുന്നത്. But Satan is our biggest enemy. എന്നാൽ പിശാചാകുന്നു നമ്മുടെ ഏറ്റവും വലിയ ശത്രു. And every child of God needs to know that in his heart, that man is not our enemy, Satan is our enemy. ഏതൊരു ദൈവപൈതലും തന്റെ ഹൃദയത്തിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത ഇതാകുന്നു: മനുഷ്യനല്ല എന്റെ ശത്രു, എന്നാൽ പിശാചാകുന്നു. Satan became the enemy of God because of his heart was full of pride, that he wanted to become like God and he loved and desired power. പിശാച് ദൈവത്തിന്റെ ശത്രുവാകുവാൻ കാരണം തന്റെ ഹൃദയം മുഴുവൻ ദൈവത്തോട് മറുതലിപ്പും അതോടൊപ്പം തന്നെ അഹങ്കാരവും തനിക്ക് ദൈവത്തെ പോലെ ആകണമെന്നുള്ള ആഗ്രഹവും കാരണമായിരുന്നു. John's Gospel, chapter 10, verse 10, Jesus said, the thief comes to steal, kill, and destroy. I came that they may have life and have it abundantly. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. So Satan is a thief. He wants to rob our prayer life. അതുകൊണ്ട് പിശാച് കള്ളനാകുന്നു. പിശാചിന്റെ ആഗ്രഹം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ He മോഷ്ടിക്കണമെന്നാകുന്നു. wants to stop you from the word. നിങ്ങളെ വചനത്തിൽ നിന്ന് തടുക്കുവാനായിട്ട് പിശാച് He ആഗ്രഹിക്കുന്നു. wants to steal your faith. നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാനായിട്ട് പിശാച് ആഗ്രഹിക്കുന്നു. He wants to destroy your health. നിങ്ങളുടേതായിട്ടുള്ള ആരോഗ്യത്തെ തകർക്കുവാനായിട്ട് പിശാച് ആഗ്രഹിക്കുന്നു. Relationships are stolen. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ മോഷ്ടിക്കുവാനായിട്ട് പിശാച് ആഗ്രഹിക്കുന്നു. He's a thief. അവൻ കള്ളനാകുന്നു. He's a killer. അവനൊരു കൊലപാതകനാകുന്നു. And so he wants to kill people in the household of faith ദൈവഭവനത്തിലെ അല്ലെങ്കിൽ ദൈവ കുടുംബത്തിലെ വ്യക്തികളെ കൊല്ലുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. with our lusts and our temptations. നമ്മുടെ മോഹങ്ങൾ അതോടൊപ്പം തന്നെ നമ്മെ പ്രലോഭിപ്പിക്കുന്നതിലൂടെയും. But the Bible says he's also a destroyer. എന്നാൽ വചനം വ്യക്തമായി പറയുന്നു അവൻ ഒരു He സംഹാരകനുമാകുന്നു. wants to destroy the family of God, and he wants to once and for all destroy the kingdom of heaven. ദൈവഭവനത്തെയും ദൈവ കുടുംബത്തെയും അതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തെയും തകർക്കുവാനായിട്ട് അവൻ The ആഗ്രഹിക്കുന്നു. Bible says that God has destroying angels that bring the judgment of God upon the enemies of God. വചനം പറയുകയാണ് വ്യക്തമായിട്ട് ദൈവത്തിന് സംഹാര ദൂതന്മാരുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള ശത്രുക്കളുടെ മേൽ നാശം വരുത്തുവാനായിട്ട്. But Satan is the enemy of God, and he is called the destroyer because he wants to destroy the people of God and the kingdom of God. എന്നാൽ പിശാചിനെ സംഹാരകൻ എന്ന് വിളിക്കുന്നത് പിശാച് ദൈവത്തിന്റെ ശത്രുവാകുന്നു. അതോടൊപ്പം തന്നെ പിശാച് നാശം വരുത്തുവാൻ ശ്രമിക്കുന്നത് ദൈവമക്കളുടെ മേലാകുന്നു. Do you know you are on Satan's hit list and he wants to destroy you? നിങ്ങൾക്ക് അറിയാമോ പിശാചിൻ്റെതായിട്ടുള്ള തകർക്കുവാനുള്ള വ്യക്തികളുടെ പട്ടികയിൽ നിങ്ങളുമുണ്ട് എന്നുള്ള കാര്യം? He wants to destroy you because you remind him of his enemy who is God. നിങ്ങളെ പിശാച് തകർക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഛായ തന്റെ ശത്രുവായിട്ടുള്ള ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാകും. You and I are created in the image of God. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. God wants to keep his people and Satan wants to destroy God's people. ദൈവം തന്റെ ജനത്തെ കാക്കുവാൻ നോക്കുമ്പോൾ പിശാച് അവരെ തകർക്കുവാനായിട്ട് ലക്ഷ്യമിടുന്നു. So the devil cannot destroy the people of God unless the people of God become a fertile ground and offer ourselves for the devil to lie to us and deceive us. പിശാചിന് ദൈവജനത്തിനെ അങ്ങനെ വെറുതെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവജനം പിശാചിന് നല്ല നിലമായി അവൻ പറയുന്ന നുണകളെ വിശ്വസിച്ച് അവനെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ പിശാചിന് ദൈവജനത്തെ തകർക്കുവാൻ കഴിയുകയുള്ളൂ. He is the opposite of everything God stands for. ദൈവം എന്തിനായി നിൽക്കുന്നുവോ അതിന്റെ എല്ലാം ഏറ്റവും വിപരീതമാകുന്നു പിശാച്. God is the creator. ദൈവം സൃഷ്ടാവാകുന്നു. Satan is the imitator. എന്നാൽ പിശാച് വ്യാജനായി തന്നെ അവതരിക്കുകയാണ്. God is love, ദൈവം സ്നേഹമാകുന്നു. but Satan is hatred. എന്നാൽ പിശാച് വെറുപ്പാകുന്നു. God is truth, ദൈവം സത്യമാകുന്നു. but Satan is a liar. പിശാച് നുണയനാകുന്നു. God wants to redeem. ദൈവത്തിന് മടക്കി കൊണ്ടുവരുവാനായിട്ട് വീണ്ടെടുക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. Satan is a destroyer. എന്നാൽ പിശാച് വിനാശകനാകുന്നു അല്ലെങ്കിൽ സംഹാരകനാകുന്നു. God is humble. ദൈവം താഴ്മയുള്ളവനാകുന്നു. Satan is proud. എന്നാൽ പിശാച് അഹങ്കാരിയാകുന്നു. And this Satan has declared all out war against God's kingdom, which includes you. ഈ പിശാച് ദൈവരാജ്യത്തിന് മുമ്പാകെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിനെതിരെ വലിയ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യത്തിൽ നിങ്ങളും ഭാഗമായിരിക്കുന്നു. Satan's war is on two levels. പിശാചിന്റെ യുദ്ധം രണ്ട് തരത്തിലാകുന്നു. One is in the heavenlies, in the spiritual atmospheres, ഒന്ന് ആത്മീയമായിട്ടുള്ള മണ്ഡലത്തിലും സ്വർഗീയമായിട്ടുള്ള മണ്ഡലത്തിലുമാകുന്നു. where there are demonic hosts
over regions. അവിടെ പ്രദേശങ്ങളുടെ മുകളിൽ അവിടെ പൈശാചികമായിട്ടുള്ള ശക്തികളുണ്ട്. The second level of his warfare is in the minds of people. രണ്ടാമതായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് വ്യക്തികളുടെ മനസ്സിലാകും. Against the family of God, against the individual believers. അത് വ്യക്തിപരമായിട്ടുള്ള വിശ്വാസികളിലും അതോടൊപ്പം തന്നെ ദൈവ കുടുംബത്തിനെതിരെ. Because you and I are created in the image of God. കാരണം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. There is no way you and I can walk both with God and the devil. നമുക്ക് പിശാചിനോടും അതോടൊപ്പം തന്നെ ദൈവത്തോടും ഒരുമിച്ച് നടക്കുവാനായിട്ട് യാതൊരു അവസരവുമില്ല. We can't live a life that trusts both or benefits from both. ഇവർ രണ്ടുപേരെയും വിശ്വസിക്കുകയും അതല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളിലെയും ഗുണങ്ങൾ എടുത്തുകൊണ്ടുള്ള ജീവിതം സാധ്യമല്ല. But many believers try to do that. എന്നാൽ അനേക വിശ്വാസികൾ ഇന്ന് ശ്രമിക്കുന്നത് ഇതിനാകുന്നു. They try to believe what God is saying and what the devil is saying. അവർ ശ്രമിക്കുന്നത് ദൈവം പറയുന്നതും അതോടൊപ്പം തന്നെ പിശാച് പറയുന്നതും വിശ്വസിക്കാനാകുന്നു. They want to benefit from God and from the ways of the devil. അവർക്ക് ദൈവത്തിൽ നിന്ന് അവർക്ക് ഗുണങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ പിശാചിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുവാനും ആഗ്രഹമുണ്ട്. When Adam and Eve were trying to benefit from what the devil was saying, the devil was trying to destroy them. ആദമും ഹവ്വയും പിശാച് പറഞ്ഞതിൽ നിന്ന് അതിന്റെ ഗുണങ്ങൾ ലഭിക്കുവാൻ ശ്രമിച്ചപ്പോൾ പിശാച് യഥാർത്ഥത്തിൽ അവരെ നശിപ്പിക്കുവാനാകുന്നു ഉദ്ദേശിച്ചത്. When you and I are trying to benefit from the advice of the devil, he is planning to destroy us. ഞാനും നിങ്ങളും നാം പിശാചിൻ്റെതായിട്ടുള്ള ഉപദേശം കേട്ട് അതിൽ നിന്ന് ഗുണമെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പിശാച് യഥാർത്ഥത്തിൽ നമ്മെ ചതിക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. He wants to destroy your identity. നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വത്തെ തകർക്കുവാനായിട്ട് പിശാച് ആഗ്രഹിക്കുന്നു. That you are a child of God. നിങ്ങൾ ദൈവ പൈതലാണെന്നുള്ള നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം. He will tell you you are a nobody. പിശാച് നിങ്ങളോട് പറയും നീ ഒന്നുമല്ല. He wants to destroy our relationships. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ തകർക്കുവാനായിട്ട് പിശാച് ആഗ്രഹിക്കുന്നു. Godly relationship with God and with people. ദൈവികമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ അത് ദൈവവുമായിട്ടും അതോടൊപ്പം തന്നെ വ്യക്തികളുമായിട്ട്. The Bible says he was a murderer from the beginning, separating people of God. വചനം പറയുകയാണ് അവൻ ആദ്യം മുതലേ അവൻ കൊലപാതകനായിരുന്നു, വ്യക്തികളെ ദൈവത്തിൽ നിന്ന് വേർപിരിച്ചുകൊണ്ട്. He wants to destroy our health. നമ്മുടെ ആരോഗ്യത്തെ അവൻ തകർക്കുവാൻ ശ്രമിക്കുന്നു. The Bible says in Luke 13:16, the Bible says this woman who's a daughter of Abraham, whom Satan has bound these 18 years. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവൾ എന്നുള്ള അർത്ഥത്തിൽ. Satan wants to destroy your health, that God cannot use you after that. പിശാചിന്റെ ആഗ്രഹം നിങ്ങളുടെ ആരോഗ്യത്തെ തകർത്ത് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയാത്ത രീതിയിലാക്കണമെന്നാണ്. Satan wants to destroy your faith. പിശാചിന്റെ ആഗ്രഹം നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കണമെന്നാണ്. Once your faith is gone, you cannot trust God anymore. നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയുകയില്ല. Many people in the Western world today are reasoning and leaving God. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള അനേക വ്യക്തികൾ ഇന്ന് അവർ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. He's destroying their faith. ആ പിശാച് അവരുടെ വിശ്വാസത്തെ തകർക്കുകയാണ്. By all of this, he can finally destroy your destiny and my destiny. ഇതെല്ലാം ചെയ്തിട്ട് പിശാചിന് ആത്യന്തികമായി എന്റെയും നിങ്ങളുടെയും ജീവിത ലക്ഷ്യത്തെ തന്നെ തകർക്കുകയാണ്. Our possibilities and purposes of God on our life. ദൈവമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ സാധ്യതകളും അതോടൊപ്പം തന്നെ നമ്മുടെ പദ്ധതികളെയും തകർക്കുകയാണ്. Satan has declared war on you and me. പിശാച് എന്റെയും നിങ്ങളുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. His intention to destroy you and me. അവന്റേതായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും തകർക്കുവാനാകുന്നു. He will attack both internal and external. നമ്മെ ആന്തരികമായും അതോടൊപ്പം തന്നെ ബാഹ്യമായും പിശാച് ആക്രമിക്കുവാൻ ശ്രമിക്കും. Internally by using his words, his lies and his voice. ആന്തരികമായിട്ട് തന്റെ ശബ്ദത്തിലൂടെ തന്റെ ചിന്തകളിലൂടെ നമ്മെ നിയന്ത്രിച്ചുകൊണ്ട്. By giving us things, offering us things. നമുക്ക് ചില കാര്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട്. Our lusts, our desires, he will offer it to us. നമ്മുടെ മോഹങ്ങൾ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട്. Like he told Jesus, just worship me, I will give it to you. യേശുവിനോട് പിശാച് പറഞ്ഞതുപോലെ നീ എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാം. And he will attack you and your identity from within. നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അകത്തുള്ള വ്യക്തിത്വത്തെയും ആക്രമിച്ചുകൊണ്ട്. Or Satan may attack you externally. അതോടൊപ്പം തന്നെ പിശാച് ബാഹ്യമായും നിങ്ങളെ ആക്രമിക്കുവാൻ കഴിയും. By offenses from people and slander on your life. വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിക്കുന്നതിലൂടെ, വ്യക്തികൾ നിങ്ങൾക്കുണ്ടാക്കുന്ന മനപ്രയാസത്തിലൂടെ, കുറ്റാരോപണത്തിലൂടെ. By attacking your health or directly attacking you. നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള തന്നെ ആക്രമണത്തിലൂടെ. He wants to turn you away from God. പിശാചിന്റെ ആഗ്രഹം നിങ്ങളെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കുക എന്നുള്ളത്. Or turn you against the people of God by offenses. അല്ലെങ്കിൽ ദൈവജനത്തിനെതിരെ മനപ്രയാസം കൊണ്ട് മുറിവേറ്റുകൊണ്ട് അവർക്ക് നേരെ നിങ്ങളെ തിരിക്കുക. Or turn people against you. അല്ലെങ്കിൽ വ്യക്തികളെ നിങ്ങൾക്ക് നേരെ തിരിക്കുക എന്നുള്ളതാകും. This is the scheme of the devil. ഇതാകുന്നു പിശാചിന്റേതായിട്ടുള്ള
ചെയ്യാനുള്ള തന്ത്രം. He has declared war against you. പിശാച് നിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. Satan wants to destroy the child of God because he is reminded of his enemy, Jesus Christ. പിശാചിന് ദൈവ പൈതലിനെ തകർക്കുവാൻ ആഗ്രഹം അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ ആഗ്രഹം. അതിന്റെ കാരണം ഇതാകുന്നു, ദൈവ പൈതലെ കാണുമ്പോൾ അവൻ തന്റെ ശത്രുവായ ദൈവത്തെ ഓർക്കുന്നു. And he begins by going for a child of God's heart. അത് ചെയ്തു തുടങ്ങുവാൻ പിശാച് ആഗ്രഹിക്കുന്നത് ആ ദൈവ പൈതലിന്റെ ഹൃദയത്തെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടാകും. He wants to pollute our heart with his lies. തന്റെ നുണകൾ കൊണ്ട് ദൈവ പൈതലിന്റെ ഹൃദയത്തെ മലിനമാക്കുവാനായിട്ട് പിശാച് ശ്രമിക്കുന്നു. At creation, when God created Adam and Eve, he gave them significance. സൃഷ്ടിയുടെ സമയത്ത് ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ദൈവം സിഗ്നിഫിക്കൻസ് നൽകി. That was because they were created in God's image. That itself was very significant. ദൈവത്തിൻ്റെതായിട്ടുള്ള സാദൃശ്യത്തിൽ അവർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് തന്നെ അവർക്ക് പ്രാധാന്യം നൽകി. God gave them an identity and a relationship. ദൈവം അവർക്ക് വ്യക്തിത്വം നൽകി, അതോടൊപ്പം തന്നെ അവർക്ക് വ്യക്തിബന്ധങ്ങളും നൽകി. And the Bible says that Adam was the son of God. വചനം പറയുകയാണ് ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. God gave them security and provision. അവർക്ക് ആവശ്യമായിരിക്കുന്ന കരുതലും അതോടൊപ്പം തന്നെ ആവശ്യമായിരിക്കുന്ന സുരക്ഷിതത്വവും ദൈവം നൽകി. He said, eat of all the trees except these two. ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെയുള്ള സകല വൃക്ഷങ്ങളിൽ നിന്നും ഭക്ഷിക്കാം, ഈ രണ്ട് വൃക്ഷം ഒഴികെ. He gave them contentment. അവിടെ സംതൃപ്തി അവർക്ക് നൽകുകയാണ്. He blessed them. അവരെ അനുഗ്രഹിക്കുകയാണ് ദൈവം. He gave them authority. ദൈവം അവർക്ക് അധികാരം നൽകുകയാണ്. When he gave them dominion over all the animals and the birds. സകല മൃഗങ്ങളുടെ മേലും സകല പക്ഷികളുടെ മേലും പറവകളുടെ മേലും ദൈവം അവർക്ക് അധികാരം നൽകുകയാണ്. And God gave them a mission. അതോടൊപ്പം തന്നെ ദൈവം അവർക്കൊരു ദൗത്യവും നൽകുകയാണ്. To tend the garden. ഈ തോട്ടത്തെ കാക്കുവാനായിട്ട്. All these things were the best for their lives. ഇതെല്ലാം അവരുടെ ജീവിതത്തിന് ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. But now they wanted more than that. എന്നാൽ അവർക്ക് ഇപ്പോൾ അതിനേക്കാൾ അധികമായി വേണം. When we try to satisfy our desires outside the plan of God, it will end up in a disaster. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിക്ക് പുറത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ നാം നിവർത്തീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് നാശത്തിൽ അവസാനിക്കുന്നു. Many people think they can be satisfied in a job. അനേക വ്യക്തികൾ ചിന്തിക്കുന്നു, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ ഞാൻ സംതൃപ്തനാകും. After that time they're very happy. After some time when they have challenges, they get discouraged. ആദ്യ സമയങ്ങളിൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും, എന്നാൽ അതിനുശേഷം പിന്നീട് പല സമയത്തും പല പ്രയാസങ്ങൾ വരുമ്പോൾ അവർ നിരാശയിലേക്ക് പോകുന്നു. People think they'll be happy in a lover or in a marriage. ചില വ്യക്തികൾ ചിന്തിക്കുന്നു, അവർക്ക് ഒരു പ്രേമിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്ന്. Some people think if I get an education or a house, I'll be happy. ചില വ്യക്തികൾ ചിന്തിക്കുന്നു, എനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഭവനം ലഭിച്ചാൽ എനിക്ക് സംതൃപ്തി ഉണ്ടാകും. But outside the will of God, every one of this can become a destruction. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറമെ, ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്ത് ഇതിൽ ഏത് തന്നെ ആണെങ്കിലും ശരി, അത് പലപ്പോഴും ഒരു തടസ്സമായി മാറുവാൻ സാധിക്കും. Adam and Eve have everything except those two trees. ആദമിനും ഹവ്വയ്ക്കും സകലതും ഉപയോഗിക്കാമായിരുന്നു, എന്നാൽ ആ രണ്ട് വൃക്ഷങ്ങൾ ഒഴികെ. But they felt that their significance, identity and relationship, എന്നാൽ അവർ ചിന്തിച്ചത് അവരുടേതായിട്ടുള്ള പ്രാധാന്യം, അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വം, അതോടൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ, their security, അവരുടെ സുരക്ഷിതത്വം, their provision, അവരുടെ കരുതൽ, their authority, അവർക്കുള്ള അധികാരം, their mission അവരുടെ ദൗത്യം, and their contentment, അതോടൊപ്പം തന്നെ അവരുടെ സംതൃപ്തി, all that was not enough. ഇതെല്ലാം ഇതിൽ മതിയാകുകയില്ല എന്ന് അവർ They ചിന്തിക്കുകയാണ്. felt God was holding something back from them. അവർ ചിന്തിക്കുകയാണ്, ദൈവം എന്തോ തങ്ങൾക്ക് തരാതെ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളത്. And they wanted now to eat of that fruit like the devil advised them. പിശാച് ഉപദേശിച്ചപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ ആ കനി കഴിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. They would get knowledge and they'd become like God. അവർ അതിൻ്റെതായിട്ടുള്ള ജ്ഞാനം ലഭിച്ച് അവർ ദൈവത്തെ പോലെ ആകുമെന്ന് ചിന്തിക്കുകയാണ്. Now a desire came to control their own lives. ഇപ്പോൾ അവരുടേതായിട്ടുള്ള ജീവിതത്തെ തന്നെ സ്വയം നിയന്ത്രിക്കുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം The അവർക്കുണ്ടാകുകയാണ്. power to take decisions. തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള ശക്തി. To fulfill every desire of their heart. തങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഏതൊരു ആഗ്രഹത്തെയും നിവൃത്തിയാക്കുവാനായിട്ടുള്ള ആഗ്രഹം. To decide what is good for them and not to depend on God for those right choices. തങ്ങൾക്ക് വേണ്ടി നല്ലത് എന്തെന്ന് തീരുമാനിക്കാനായിട്ടുള്ള സ്വതവേയുള്ള ആഗ്രഹം, അതോടൊപ്പം തന്നെ ദൈവത്തെ ആശ്രയിക്കാതെ തനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള ആഗ്രഹം. Satan puts these desires in our heart and leaves us dissatisfied.
പിശാച് ഇപ്രകാരമുള്ള ആഗ്രഹങ്ങൾ നമ്മളുടെ ഹൃദയങ്ങളിലും ഇട്ടിട്ട് നമ്മളെ സംതൃപ്തരാകാതിരിക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിപ്പിക്കുകയാണ്. 1 John chapter 2 verse 16 says that for the word, the lust of the eyes, the lust of the flesh, and the pride of life is not from the Father but from the world. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. In the Garden of Eden, ഏദൻ തോട്ടത്തിൽ Satan looked for an opportune time പിശാച് ഒരു അവസരം നോക്കി നിന്നു. and he put thoughts in their heart. അവരുടെ ഹൃദയത്തിലേക്ക് പിശാച് ചിന്തകൾ കൊടുത്തുകൊണ്ടിരുന്നു. And then they begin to be dissatisfied for not having the Satan's thoughts in their life. അതിനുശേഷം പിശാച് നൽകിയ ആഗ്രഹങ്ങളിൽ അത് നിവൃത്തിയാകാതിരുന്നപ്പോൾ അവർ അസംതൃപ്തരായി. Their hearts were not prepared to guard themselves against the lie of the devil. പിശാചിന് നുണകളെ അത് സ്വീകരിക്കാതിരിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയം ഒരുക്കിയിട്ടില്ലായിരുന്നു. Many of us are also in the same way not prepared in our heart to take a stand against the lies of the devil he speaks into our hearts. നമ്മിൽ പലരും അതുപോലെ ആകുന്നു. പിശാച് നുണകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലേക്ക് പറയുമ്പോൾ അതിനെ തകർക്കുവാനായിട്ട് അല്ലെങ്കിൽ എതിരിടുവാനായിട്ട് ഒരുക്കമില്ലാതെയാണ് നമ്മൾ പലരുടെയും ഹൃദയങ്ങളിൽ ഇരിക്കുന്നത്. These offenses begin to take root. ഈ പ്രയാസങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ അത് വേരെടുക്കുവാൻ തുടങ്ങി. And then we begin to get offended and back away from people and isolate ourselves. അങ്ങനെ വ്യക്തികളോട് നാം മുറിവിലായിക്കൊണ്ട് അല്ലെങ്കിൽ കയ്പിലായിക്കൊണ്ട് നാം പതുക്കെ കൂട്ടം വിട്ട് ഏകരായിരിക്കുവാൻ തുടങ്ങും. This is when the devil attacks. ഈ സമയത്താണ് പിശാച് ശക്തമായി ആക്രമിക്കുന്നത്. We are actually tempted by our unfulfilled desires. നമ്മളുടെ നടക്കാത്ത ആഗ്രഹങ്ങളാലാണ് പലപ്പോഴും നാം പ്രലോഭിപ്പിക്കപ്പെടുന്നത്. Unfulfilled desires get offended with God and with man. നടക്കാത്ത ആഗ്രഹങ്ങൾ പലപ്പോഴും ദൈവവുമായിട്ടും വ്യക്തികളുമായിട്ടും കയ്പിലാകുവാനായിട്ട് നമ്മളെ താല്പര്യപ്പെടുത്തുകയാണ്. When we are offended, we then desire a life away from God and a life away from the people that hurt us. നാം ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുമ്പോൾ, മനപ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും അകന്നുള്ള ജീവിതം നാം ആഗ്രഹിക്കുവാൻ തുടങ്ങും. That's what happened to Eve when she got disappointed and began to question the nature of her God. The goodness of God got questioned and said, how can such a good God not want to give me the things I desire? ഇത് തന്നെയാണ് ഹവ്വയ്ക്കും സംഭവിച്ചത്. താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താൻ ചിന്തിക്കുന്നതായിട്ടുള്ള നന്മ ദൈവം എങ്ങനെ തന്നിൽ നിന്ന് തടഞ്ഞു വെക്കുന്നു എന്ന് ഹവ്വ ചിന്തിക്കുകയാണ്. ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് അറിയാം, എന്നാൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് താൻ ചിന്തിക്കുകയാണ്. Adam and Eve isolated themselves from the presence of God. ആദമും ഹവ്വയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തങ്ങളെ തന്നെ മാറ്റി നിർത്തുകയാണ്. And it became a position for Satan to destroy them. അത് പിശാചിന് അവരെ തകർക്കുവാനായിട്ടുള്ള നല്ല അവസരമായി മാറി. By hurting them in their heart, getting them offended and then isolating them. അവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് അവരെ മനപ്രയാസപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അവരെ വേർപെടുത്തി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് Pride got into their heart. അവരുടെ ഹൃദയത്തിൽ അഹങ്കാരം വരുവാൻ തുടങ്ങി. Pride is a bait of Satan. അഹങ്കാരം എന്ന് പറയുന്നത് പിശാചിന്റെ വലിയ ഒരു ചൂണ്ടയിലുള്ള ഇര പോലെയാകുന്നു. That leads to offense. അത് നമ്മളെ മനപ്രയാസത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടും ദൈവവുമായിട്ടും അത് നാം ഇടർച്ചയിലായിരിക്കുവാനായിട്ട് സഹായിക്കുകയാണ്. When we get offended with God or man, we begin to reason about them. നാം വ്യക്തികളുമായിട്ടോ ദൈവവുമായിട്ടോ നാം ഇടർച്ചയിലായിരിക്കുമ്പോൾ, മനപ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, മുറിവേറ്റിരിക്കുമ്പോൾ നാം അവയെക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. And then the value we give to them or the worth we give to God or to man begins to come down because our respect for them comes down. അതിനുശേഷം നാം ദൈവത്തിനോ മനുഷ്യർക്കോ ആ വ്യക്തികൾക്കോ നൽകുന്നതായിട്ടുള്ള മൂല്യം കുറഞ്ഞു വരും. കാരണം അവരെക്കുറിച്ചുള്ള നമ്മുടെ ബഹുമാനം കുറഞ്ഞിരിക്കുന്നു. When our respect comes down, we don't want to talk with them. അവരോട് ബഹുമാനം കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇനിമേൽ അവരോട് സംസാരിക്കുവാൻ വലിയ താല്പര്യമില്ല. When it comes to God, our joy of worshiping Him goes. ദൈവത്തെ സംബന്ധിച്ചാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഇപ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. Our freedom to worship goes. ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. Desire to worship God goes. ആരാധിക്കുവാനുള്ള ആഗ്രഹം കുറഞ്ഞിരിക്കുന്നു. One by one, our relationship with God begins to break down. ഒന്നൊന്നായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെതായിട്ടുള്ള ചുവടുകൾ തകർന്നുകൊണ്ടേയിരിക്കുന്നു. This happens because of unsatisfied desire, and instead of worshiping God, our desire becomes the object of our worship. ഇതെല്ലാം നടക്കുന്നത് നടക്കാത്തതായിട്ടുള്ള ആഗ്രഹങ്ങൾ കാരണമാകുന്നു. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നതിന് പകരം നമ്മുടെ ആഗ്രഹങ്ങളാകുന്നു നമ്മുടെ ആരാധനയുടെ കാരണം. When we have unfulfilled desire, we begin to give it more value. That desire more value and more worth than we give God who gives us the commandments. നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ
കൽപ്പനയേക്കാൾ കൂടുതൽ മൂല്യം നാം ആ നടക്കാത്ത ആഗ്രഹങ്ങൾക്ക് നൽകുന്നു. At that time, pride gets in and begins to grip our heart. ആ സമയത്ത് അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ വന്ന് അത് നമ്മുടെ ഹൃദയത്തെ മുറുകെ പിടിക്കുകയാണ്. Satan will attack you when you're weak or when you're strong. പിശാച് നിങ്ങൾ ബലഹീനനാണെങ്കിലും ശരി ബലവാനാണെങ്കിലും ശരി പിശാച് നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. When we are least aware of his schemes, that's when he wants to attack us. തന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം അല്പം പോലും ചിന്തിക്കാതിരിക്കുന്ന സമയത്താണ് അവൻ പലപ്പോഴും ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത്. He looks for an opportune time. അവൻ ഒരു അവസരവാദിയാകുന്നു. അവൻ അവസരം നോക്കി നിൽക്കുന്നവനാകുന്നു. He and his hosts of angels have marked the children of God. താനും തന്റേതായിട്ടുള്ള സൈന്യമാകുന്ന ദൂതന്മാരും അവർ ദൈവമക്കളെ നോക്കി വെച്ചിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. David did not fall in many things when he was a poor boy running away from Saul. ദാവീദിന് തന്റെ ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചത് താൻ ഒരു ബാലനായിക്കൊണ്ട് ശൗലിൽ നിന്ന് ഓടിയ സമയത്തല്ല. Bathsheba happened when he was king, when he was in his pinnacle or his popularity. എന്നാൽ ബത്ശേബമായിട്ടുള്ള ആ പാപം സംഭവിച്ചത് താൻ രാജാവായിരുന്നപ്പോൾ തന്റെ മഹിമയുടെ ഏറ്റവും ഉന്നതിയിലായിരുന്നപ്പോഴാണ്. When he was king, he counted the fighting men of Israel and 70,000 people died. താൻ രാജാവായിരുന്നപ്പോൾ തന്റെ യോദ്ധാക്കന്മാരെ താൻ എണ്ണിയപ്പോൾ 70,000 പേർ ആ യുദ്ധത്തിൽ മരിക്കുകയാണ്. People died because of his pride. വ്യക്തികൾ മരിച്ചത് തന്റേതായിട്ടുള്ള അഹങ്കാരം കാരണമാകുന്നു. What all things in God's plan are dying because of our pride. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയിലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ അഹങ്കാരത്താൽ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. Pride is so easy to see in others, so difficult to see in ourselves. മറ്റുള്ളവരിൽ അഹങ്കാരം കാണുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അഹങ്കാരം നമ്മിൽ തന്നെ കാണുവാൻ വളരെ പ്രയാസമാണ്. Pride comes before a fall. അഹങ്കാരം എന്ന് പറയുന്നത് വീഴ്ചയ്ക്ക് മുന്നാകെ വരുന്നൊരു കാര്യമാകും. And that's why Satan knows, if I can just get this child of God proud, I've got him, I can destroy him. അത് തന്നെയാണ് പിശാചും ചിന്തിക്കുന്നത്. ഈ ദൈവ പൈതലിനെ കൊണ്ട് എനിക്കൊന്ന് അഹങ്കരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതം എനിക്ക് തകർക്കുവാൻ കഴിയും. Many of us, we go into self-righteousness. നമ്മിൽ പലരും സ്വയം നീതീകരണത്തിലേക്ക് പ്രവേശിക്കാറുണ്ട്. And we think higher about ourselves than what we ought to, because the truth is not in us. നാം ഭാവിക്കേണ്ടതിന് മീതെ തന്നെ നാം ഭാവിച്ചുയരാൻ പലപ്പോഴും കാരണം നമ്മുടെ അകത്ത് സത്യമില്ലാത്തത് കൊണ്ടാകും. Satan wants to destroy us, and he deceives us in such a way that we will join his lies. പിശാചിൻ്റെതായിട്ടുള്ള ആഗ്രഹം നമ്മെ ചതിച്ച് നമ്മെ തകർക്കുവാനാകുന്നു. അതെപ്രകാരമാകുന്നു പിശാചിന്റെ നുണയോട് നാം ചേർന്ന് നിന്നുകൊണ്ട്. We may have self-righteous thoughts like this, ചിലപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്വയം നീതീകരണത്തിന്റെ ചിന്തകൾ ഉണ്ടാകാം. as if they are believers. Look how they speak to me. അവർ വിശ്വാസികളാണെന്നാണ് പറയുന്നത്. അവർ എന്നോട് സംസാരിക്കുന്നത് നോക്കിയാണ്. As if they are believers, and look how they don't even call me. അവർ വിശ്വാസികളാണെന്നാ പറയുന്നത്. അവരെന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. And we get very hurt. അങ്ങനെ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മുറിവേൽക്കുന്നു. Or sometimes we have self-righteous thoughts like, I am so holy, I am not like them. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് സ്വയം നീതീകരണത്തിന്റെ ചിന്തകൾ ഇപ്രകാരമാണ് വരുന്നത്. നാം ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ വിശുദ്ധനാണ്, ഞാൻ അവരെ പോലെയൊന്നുമല്ല. I don't miss services, I worship God, I'm in church every time. ഞാൻ അങ്ങനെ സർവീസുകളൊന്നും മിസ്സാക്കാറില്ല, ഞാൻ എല്ലായ്പ്പോഴും സഭയിലുണ്ട്, ഞാൻ വളരെ കൃത്യസമയത്ത് വരുന്നു. Or we would say, I would never say anything like that. അല്ലെങ്കിൽ നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ അതുപോലൊന്നും സംസാരിക്കുകയില്ല, I would never sin like that person. ഞാൻ ആ വ്യക്തി പാപം ചെയ്യുന്ന പോലൊന്നും ഞാൻ ചെയ്യാറില്ല. I'm a self-made man, I worked hard for where I am today. ഞാൻ ഇന്ന് ആയിരിക്കുന്നത് എന്നെ കൊണ്ട് തന്നെ ആയിരിക്കുന്ന ഒരു കാര്യമാകുന്നു. ഞാൻ കഠിനമായി അധ്വാനിച്ച് ഇന്നിവിടെ ആയിരിക്കുന്നു. Or sometimes some of us become critical, ചില സമയത്ത് നാം പലപ്പോഴും വിമർശകരായി മാറുന്നു. and we find it very hard to be corrected by anybody. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ നമ്മെ തിരുത്തുന്നത് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തതുപോലെ ആകുന്നു. We isolate ourselves from people who correct us, നമ്മെ തിരുത്തുന്നതായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നാം അവരുടെ കൂട്ടത്തിൽ നാം മാറി നിൽക്കുകയാണ്. and we become a vagabond. അങ്ങനെ നാം ഊടാടി നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആകുകയാണ്. We isolate ourselves just like Cain isolated himself from the presence of God. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് കായീൻ എപ്രകാരം മാറി നിന്നുവോ മാറിപ്പോയോ അതുപോലെ തന്നെ നാം പലപ്പോഴും നമ്മെ തന്നെ കൂട്ടം വിട്ടു നിർത്തുകയാണ്. We want to tell others about what they're doing wrong. We don't want to hear from anyone that what we are doing wrong. നമ്മുടെ താല്പര്യം പലപ്പോഴും മറ്റുള്ളവരോട് പറയുവാനായിട്ട് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാകാനായിട്ടാണ്. എന്നാൽ മറ്റുള്ളവർ നമ്മോട് നാം ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് പറയുവാനായിട്ട് അല്ലെങ്കിൽ തിരുത്തലുകൾ ലഭിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നില്ല. Do we have the courage to ask people how our relationships are with them? നാം മറ്റു വ്യക്തികളുമായിട്ട് എപ്രകാരം ഇടപെടുന്നു എന്നുള്ളത് മറ്റുള്ളവരോട് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുവാൻ തക്കവണ്ണമുള്ള ധൈര്യം നമുക്കുണ്ടോ? Do we have the courage to walk up to somebody
and say, is there something between us that can be fixed? What is it that we can allow? Can you help me in this? നമുക്ക് ഏതെങ്കിലും വ്യക്തികളുടെ അടുക്കൽ ചെന്നുകൊണ്ട് തമ്മിലുള്ള ആ വ്യക്തിബന്ധം ഒന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? ഞാൻ ഏത് കാര്യത്തിൽ പുരോഗമിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ചോദിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടോ? Some of us go into secrecy. നമ്മൾ ചിലരാണെങ്കിൽ ഒരു രഹസ്യ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. Because if others come to know about our secret sins, it will affect our reputation. So we try to guard our secrets. കാരണം മറ്റുള്ളവർ എന്റെ രഹസ്യ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രഹസ്യ പാപങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ സൽകീർത്തിക്ക് കളങ്കം വരും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കുകയാണ്. I know I have a problem, but I can't tell anybody. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ആരോടും എനിക്കത് പറയുവാൻ കഴിയുകയില്ല. Some people, we go into unforgiveness. ചില വ്യക്തികളാണെങ്കിൽ ക്ഷമിക്കുവാൻ കഴിയാത്ത മനോഭാവത്തിലേക്ക് പോവുകയാണ്. I can forgive that, I will never forgive this person. എനിക്ക് ആ കാര്യം എനിക്ക് ക്ഷമിക്കുവാൻ കഴിയും, എന്നാൽ ഈ വ്യക്തിയെ എനിക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ Oh, കഴിയുകയില്ല. God can forgive me, but I can't forgive him. ദൈവത്തിന് എന്നോട് ക്ഷമിക്കുവാൻ കഴിയുമായിരിക്കാം, എന്നാൽ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുകയില്ല. Or some people would say, I'll live my own life, I'm done with this. എന്നാൽ ചില വ്യക്തികൾ ഇപ്രകാരം പറയാറുണ്ട്, ഞാൻ ഇനിമേൽ ആ വ്യക്തിയുടെ പുറകെ ഞാൻ പോകുന്നില്ല, എനിക്ക് മതിയായി, ഞാൻ എന്റെ ജീവിതമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. I couldn't care less for the church. എനിക്ക് ഇനിയും സഭയുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുകയില്ല. I'm going to find myself a new circle of friends. ഞാൻ ഇനി പുതിയ ഒരു സുഹൃത്ത് വലയം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ പോകുന്നു. I don't need these old people. എനിക്ക് ഈ പഴയ വ്യക്തികളെ ഒന്നും ഇനി ആവശ്യമില്ല. What we're doing, നാം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? like Satan we are saying, പിശാചിനെ പോലെ നാം പറയുകയാണ്, I will arise. ഞാൻ എഴുന്നേൽക്കും, I will seat myself on the throne. ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കും. And we begin to think about getting control and power over the situation that is hurting us. നമ്മെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിന്റെ മേൽ നിയന്ത്രണവും അതോടൊപ്പം തന്നെ അധികാരവും ലഭിക്കുവാനായിട്ട് നാം അവിടെ ശ്രമിക്കുകയാണ്. I want you to know you'll never find control there. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും അവിടെ അധികാരം അല്ലെങ്കിൽ നിയന്ത്രണം ലഭിക്കുകയില്ല. True joy will be in learning to trust God and submitting before God. He will lift us up. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തെ ആശ്രയിക്കുവാനും അതോടൊപ്പം തന്നെ ദൈവത്തിന് കീഴ്പ്പെട്ട ദൈവം തക്ക സമയത്ത് എന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നതിലാകും. That pride will lead us to a hard heart. അഹങ്കാരം നമ്മെ കഠിനപ്പെടുന്നതായിട്ടുള്ള ഹൃദയത്തിലേക്ക് നമ്മെ നയിക്കും. And it'll become like what Satan did to Eve. അത് പിശാച് എന്ത് ഹവ്വയോട് ചെയ്തു അതുപോലെ തന്നെ ആയിത്തീരും. She gave him her heart. തന്റെ ഹൃദയം ഹവ്വ പിശാചിന് നൽകി. Who have we given our heart to? നാം നമ്മുടെ ഹൃദയം ആർക്കായി നൽകിയിരിക്കുന്നു? To whom have you given your heart? നിങ്ങളുടെ ഹൃദയം ആർക്കായി നൽകിയിരിക്കുന്നു? Have you trusted someone who's been lying to you? നിങ്ങളോട് നുണ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾ ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു? Have you given your heart to the destroyer? നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സംഹാരകന് നൽകിയിട്ടുണ്ടോ? Are you listening to his lies? നിങ്ങൾ പിശാചിൻ്റെതായിട്ടുള്ള നുണകളോട് ശ്രദ്ധിക്കുന്ന വ്യക്തിയാണോ? Have you been drawn away from God? നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ട അല്ലെങ്കിൽ പിന്മാറ്റത്തിലായിരിക്കുന്ന വ്യക്തിയാകുന്നുവോ? Are you running away from God? നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അകന്ന അല്ലെങ്കിൽ ഓടി മാറുന്ന വ്യക്തിയാകുന്നുവോ? Are you desiring a life apart from God? നിങ്ങൾ ദൈവമില്ലാത്ത ഒരു ജീവിതമാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത്? It is not too late to come back to God. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ താമസിച്ചിട്ടില്ല. If you have given your heart to the enemy and to his lies, come back to God. നിങ്ങൾ പിശാചിനുള്ള നുണകൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ നൽകിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവഭാഗത്തേക്ക് മടങ്ങി വരിക. The enemy begins with our heart. പിശാച് ഹൃദയം കൊണ്ടാകുന്നു തുടങ്ങുന്നത്. Then he goes for our mouth. അതിനുശേഷം നമ്മുടെ അധരം ഉപയോഗിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുന്നു. We use our mouth to exaggerate what we believe in our heart. നാം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിനെ അത് പെരുപ്പിച്ച് കാണിക്കുവാനായിട്ട് നമ്മുടെ അധരം ഉപയോഗിക്കുന്നു. The devil takes it and makes you believe that a small thing is a big thing, and then with your mouth he makes you repeat it until you see it as a big problem. പിശാച് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയാണ്, ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളാണെന്ന് പെരുപ്പിച്ച് കാണിക്കുന്നു. അതിനുശേഷം അധരം ഉപയോഗിച്ചുകൊണ്ട് നാം അത് വീണ്ടും വീണ്ടും വലുതാക്കുകയാണ്. We don't know how small the problem is until we see the lives of other people, how much they're suffering. നാം പലപ്പോഴും നമ്മുടെ പ്രശ്നം എത്രമാത്രം ചെറുതാണെന്ന് മനസ്സിലാക്കുന്നില്ല, മറ്റുള്ള വ്യക്തികൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ കാണുന്നതുവരെ. We begin to boast with our mouth. നാം നമ്മുടെ വായ് കൊണ്ട് നാം സ്വയം പ്രശംസിക്കുകയാണ്. And we begin to think, if God and God's leaders hadn't gotten in my way, you know where I would have been by now? നാം പലപ്പോഴും ചിന്തിക്കുകയാണ്, ദൈവവും ദൈവത്തിൻ്റെതായിട്ടുള്ള നേതാക്കളും എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ? This is the natural bend of our heart. ഇത് സാധാരണമായി നമ്മുടെ ഹൃദയം ചിന്തിക്കുന്ന ചലിക്കുന്ന ഒരു രീതിയാണ്. And then we begin to go after what our mouth says. അതിനുശേഷം നമ്മുടെ അധരം എന്ത് പറയുന്നു
അതനുസരിച്ച് നാം മുന്നോട്ട് പോവുകയാണ്. We begin to speak half truths or half lies നാം പകുതി സത്യങ്ങൾ അല്ലെങ്കിൽ പകുതിയായിട്ടുള്ള നുണകൾ നാം പറയുകയാണ്. because we are longing from what we missed from the things we desired. കാരണം നാം പലപ്പോഴും നമുക്ക് നഷ്ടമായിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നാം ആഴത്തിൽ ആഗ്രഹിച്ചു വേദനിക്കുകയാണ്. God hates boasting or flattery. ദൈവമാണെങ്കിൽ ഇപ്രകാരം സ്വയം പ്രശംസിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. God says he wants us to trust him. ദൈവം പറയുന്നത് നാം ദൈവത്തെ വിശ്വസിക്കണമെന്നാകും. After the mouth, the devil goes after the eyes. അതിനുശേഷം അധരത്തിന് ശേഷം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണുകളാകുന്നു. The more we complain, the more we desire and lust after. നാം എത്രത്തോളം നാം പരാതി പറയുന്നോ അല്ലെങ്കിൽ മുറുമുറുക്കുന്നുവോ നാം കൂടുതലായി നാം മോഹിക്കുകയാണ്. 1 John 2:16 talks about the lusts of the flesh. 1 യോഹന്നാന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയുന്നത് ജഡമോഹത്തെ കുറിച്ചാകുന്നു. That is a hook of the devil. അത് പിശാചിനതായിട്ടുള്ള ഒരു കെണിയാകുന്നു. And our eyes begin to look for all the things that attract us. അതിനുശേഷം നമ്മെ ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. But the Bible says the world and its lust thereof shall perish. എന്നാൽ വചനം പറയുന്നത് ലോകവും അതിന്റെ മോഹങ്ങളും അത് കടന്നുപോകും. But he who does the will of God is the one who will abide forever. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ അവൻ എന്നേക്കും നിലനിൽക്കും. Are you pursuing the will of God? നിങ്ങൾ ദൈവ ഇഷ്ടത്തിന് പുറകെ അന്വേഷിച്ച് പിന്തുടരുന്ന വ്യക്തിയാകുന്നു. Have you discipled your heart and you're saying in your heart, my whole desire is to do the will of God? നിങ്ങളുടെ ഹൃദയത്തെ ശിഷ്യപ്പെടുത്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുന്ന ഇതാകുന്നു, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകുന്നു എന്നുള്ളത്. You will never be satisfied by the desires of your eyes. നിങ്ങളുടെ കൺമോഹത്താൽ നിങ്ങൾ ഒരിക്കലും സംതൃപ്തി ഉണ്ടാകുന്ന വ്യക്തിയാകുകയില്ല. It's only temporary. അത് വെറും നൈമിഷികമാകുന്നു അല്ലെങ്കിൽ താൽക്കാലികമാകുന്നു. Many people that have had multiple relationships. പല വ്യക്തികൾക്കും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. You look at the movie industry and we see all kind of lustful movies. നിങ്ങൾ ചലച്ചിത്ര മേഖല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മോഹങ്ങളെ കാണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കാണുവാൻ കഴിയും. The way they act, they portray that they are the happiest. അവർ അഭിനയിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തോന്നുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ വ്യക്തികൾ അവരാണെന്നാണ്. But if you look at their lives, you speak to them and just watch them, you know that they haven't got a clue of what they're doing with their lives. എന്നാൽ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം സന്തോഷം എന്തെന്നുള്ളതിന്റെ ഒരു ഐഡിയ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. We have to be careful what we're looking at. നാം എന്ത് വീക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്ത് കാണുന്നു എന്നുള്ളത് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. Especially we men must train ourselves to flee wickedness. പ്രത്യേകമായിട്ട് ദുഷ്ടതയിൽ നിന്ന് അകന്നു മാറുവാനായിട്ട് പുരുഷന്മാർ പ്രത്യേകമായും പരിശീലിക്കേണ്ടതാകും. Satan wants to offer you the lusts of the eyes. പിശാചിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കൺമോഹത്തെ നമുക്ക് നൽകുവാനായിട്ടാകുന്നു അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യുവാനായിട്ടാകുന്നു. After your heart and your mouth and your eyes, he wants you to get your feet moving. പിശാചിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ ഹൃദയം, അതിനുശേഷം അധരം, പിന്നെ കണ്ണ്, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ അതിനനുസരിച്ച് ചലിക്കുവാനാകുന്നു. He wants you to walk away from godly relationships. ദൈവികമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അകന്നു മാറണമെന്ന് നിങ്ങളെ കുറിച്ച് പിശാച് He ആഗ്രഹിക്കുന്നു. wants you to move away from the plan of God. ദൈവികമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് നിങ്ങൾ മാറണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. He wants you to run away to another place. മറ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഓടി പോകണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. And the Bible cautions us, don't act like that. Trust God, obey God. വചനം എന്നാൽ പ്രത്യേകമായി നമ്മളെ താക്കീത് ചെയ്യുകയാണ്, നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. But the good news is this. എന്നാൽ ഇതിലെ സുവാർത്ത ഇതാകുന്നു, I am not glorifying the destroyer. ഞാൻ സംഹാരകനെ ഒരിക്കലും ഞാൻ മഹത്വീകരിക്കുകയല്ല. I have come to tell you his schemes. ഞാൻ ഇന്ന് അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറയുവാനായിരിക്കുന്നു വന്നിരിക്കുന്നത്. But I'm also here to tell you that our God is greater and he is going to destroy the destroyer. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ബലവാനാകുന്നു, ദൈവം സകലത്തിലും ഉന്നതനാകുന്നു. നമ്മുടെ ദൈവം ഈ പിശാചിനെ തകർക്കും. 1 John 3:8 says, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു, the one who practices sin is of the devil, for the devil has sinned from the beginning. The Son of God appeared for this purpose, to destroy the works of the devil. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. You read the story of the cross. He destroyed the destroyer's power. നിങ്ങൾ ക്രൂശിന്റേതായിട്ടുള്ള കഥ വായിക്കുമ്പോൾ സംഹാരകന്റെ ശക്തിയെ ക്രൂശിലൂടെ യേശുക്രിസ്തു തകർത്തിരിക്കുകയാകും. You read the book of Revelation. He is going to destroy the presence of the destroyer. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം ഈ സംഹാരകന്റെ സാന്നിധ്യത്തെ തന്നെ തകർക്കുവാൻ പോവുകയാണ്. The cross is a great reminder that we are fighting a defeated foe. ക്രൂശ് എന്ന് പറയുന്നത് വിളിച്ചു പറയുന്നത് ഇതാകുന്നു, നാം
ഇന്ന് പോരാടുന്നത് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശത്രുവിനോടാകുന്നു. We are no longer alone. The Holy Spirit is with us. നാം ഒരിക്കലും ഏകനായിട്ടല്ല നാം പൊരുതുന്നതിനാൽ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയുണ്ട്. Be encouraged, my brothers and sisters. തീർച്ചയായിട്ടും എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ബലപ്പെടുക, നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. Greater is he that is in you than he that is in the world. നിങ്ങളിൽ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. You are going to overcome because of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ജയാളികളായി എഴുന്നേൽക്കും. Jesus said, Satan has nothing in me. യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, പിശാചിന് എന്നിൽ ഒന്നുമില്ല. And there's coming a time where you also, like Jesus, can say, Satan has nothing in me. യേശു പറഞ്ഞതുപോലെ പിശാചിനെ സംബന്ധിച്ച് നിങ്ങൾക്കും പറയുവാൻ വരുന്ന ഒരു സമയം വരുന്നു, പിശാചിന് എന്നിൽ ഒന്നുമില്ല എന്നതുപോലെ. Because of the power of the Holy Spirit inside of you. പരിശുദ്ധാത്മ ശക്തിയാൽ നിങ്ങൾക്ക് അകത്ത് ജ്വലിച്ചുകൊണ്ട് തന്നെ. If Satan wants to destroy us, then this means war. പിശാചിനെ നമ്മെ തകർക്കണമെങ്കിൽ അതിന്റെ അർത്ഥം യുദ്ധമെന്ന് തന്നെയാണ്. And we cannot fight the destroyer with his own weapons. പിശാചിനെ അവന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തകർക്കുവാൻ കഴിയുകയില്ല. We can either use Satan's weapons against people, or we can use God's weapons of warfare against Satan. ഒന്നുകിൽ നമുക്ക് പിശാചിൻ്റെതായുള്ള ആയുധങ്ങൾ വ്യക്തികൾക്ക് നേരെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെതായുള്ള ആയുധം നമുക്ക് പിശാചിന് നേരെ ഉപയോഗിക്കാം. Many times when we speak against people, we are using Satan's weapons and we make his words a reality. പല സമയത്തും നാം വ്യക്തികളോട് സംസാരിക്കുമ്പോൾ പിശാചിൻ്റെതായുള്ള ആയുധങ്ങൾ നാം അവർക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ട് നാം പിശാചിൻ്റെതായുള്ള പദ്ധതിയെ നാം യാഥാർത്ഥ്യമാക്കുകയാണ്. Even when we begin to speak the word Satan is speaking into our head, when we begin to speak it, we are giving life to his words. അതോടൊപ്പം തന്നെ പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നാം നമ്മുടെ അധരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നാം അതിനെ ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. We are making that our reality. അത് നമ്മുടെ യാഥാർത്ഥ്യമായി നാം മാറ്റുകയാണ്. Don't become Satan's voice. ഒരിക്കലും പിശാചിൻ്റെതായിട്ടുള്ള സ്വരമാകുവാൻ, ശബ്ദമാകുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കരുത്. Become the voice of God. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദമായി മാറുക. Begin to speak and confess the voice of God. ദൈവത്തിൻ്റെതായിട്ടുള്ള ശബ്ദം നിങ്ങൾ സംസാരിക്കുകയും ഏറ്റുപറയുവാനും തുടങ്ങുക. Use the weapons of God against the devil. ദൈവത്തിൻ്റെതായിട്ടുള്ള ആയുധങ്ങൾ പിശാചിന് നേരെ നിങ്ങൾ ഉപയോഗിക്കുക. Make God's voice in your heart a reality. ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരം നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അത് യാഥാർത്ഥ്യമാക്കി മാറ്റുക. Make God's Holy Spirit a reality in your life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ അനുഭവമാക്കി മാറ്റുക. Make God's love a reality in your life. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുക. And make God's people your real family. അതോടൊപ്പം തന്നെ ദൈവജനത്തെ നിങ്ങളുടെ യഥാർത്ഥ കുടുംബമായി മാറ്റുക. So if you want to stand against the destroyer, അതുകൊണ്ട് നിങ്ങൾ ഈ സംഹാരകനെതിരെ നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ I want you to follow these simple few steps. ഇത് വളരെ ലളിതമായിട്ടുള്ള ചില ചുവടുകൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. First, be alert. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. 1 Peter chapter 5 verse 8 says, 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു, Be sober, be vigilant, because your adversary, the devil, is like a roaring lion looking for whom he may devour. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞു ചുറ്റി നടക്കുന്നു. Every day as you wake up, be alert that the devil wants to destroy you. ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിങ്ങൾ ചിന്തിക്കണം, പിശാച് എന്നെ തകർക്കുവാനായിട്ട് എന്ത് ശ്രമിക്കുന്നു. Stand up against him like a worthy enemy. Don't think he's silly. Think that he has the ability to deceive and destroy you. അവനെ കുറച്ചു കാണരുത്, അവൻ നിങ്ങളെ തകർക്കുവാൻ കഴിവുള്ളവനാകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ അല്ലെങ്കിൽ ആ ചിന്തയോടുകൂടെ നിങ്ങൾ അവനെ കാണണം. Go out into your day knowing that God wants you to be prepared for this enemy. നിങ്ങൾ ഓരോ ദിവസത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ഈ പിശാചിനെതിരെ, ഈ എതിരാളിക്കെതിരെ നിങ്ങൾ ഒരുങ്ങിക്കൊണ്ട് വേണം പോകാനെന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. Don't let him deceive you. പിശാച് ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാതിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. With an unprepared, uninformed mind. നിങ്ങൾ ഒരുക്കമില്ലാത്ത മനസ്സോടുകൂടെ പ്രവേശിച്ചാൽ പിശാച് നിങ്ങളെ വഞ്ചിക്കുവാൻ കഴിയുന്നു. Don't let him fill you with lust. പിശാച് നിങ്ങളെ മോഹങ്ങളാൽ നിറയ്ക്കാതെ സൂക്ഷിക്കുക. They will leave you with unsatisfied desire. അല്ലെങ്കിൽ നടക്കാത്തതായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാനായിട്ട് പിശാചിനെ അനുവദിക്കാതിരിക്കുക. Don't let him fill your heart with pride. അഹങ്കാരം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കാൻ പിശാചിനെ അനുവദിക്കാതിരിക്കുക. That your heart becomes an unsafe place that you can't trust God anymore. നിങ്ങളുടെ ഹൃദയം അപ്രകാരം സുരക്ഷിതമല്ലാത്തൊരു സ്ഥലം പോലെയായി ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയാത്ത സാഹചര്യം ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. Then God wants you to be informed.
അങ്ങനെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. Not only be alert, but be informed. നിങ്ങൾ ഉണർന്നിരിക്കുക മാത്രമല്ല, എന്നാൽ അറിവുള്ളവരുമായിരിക്കണം. Know the will of God ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം by അറിഞ്ഞുകൊണ്ട്, listening to the voice of the Holy Spirit. പരിശുദ്ധാത്മ സ്വരം നിങ്ങൾ കേട്ടുകൊണ്ട് You can trust Him. നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയും. If God can't be trusted, then who can? ദൈവത്തെ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമുക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുക? Who can, the one who knows the beginning from the end, if he can't be trusted, then who can? ആദ്യം മുതൽ അവസാനം വരെ അറിയുന്ന ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ പിന്നെ ആരെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും? His voice is comforting, ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരം വളരെ ആശ്വാസം പകരുന്നതാകുന്നു. correcting, ദൈവത്തിൻ്റെതായിട്ടുള്ള ശബ്ദം നമ്മളെ തിരുത്തുന്നതാകുന്നു, guiding, നമ്മെ നയിക്കുന്നതാകുന്നു, strengthening, നമ്മെ ബലപ്പെടുത്തുന്നതാകുന്നു, encouraging. നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതാകുന്നു. Maybe it'll be humbling. അത് ചിലപ്പോൾ നമ്മളെ താഴ്മപ്പെടുത്തുന്നതായിരിക്കും. Sometimes his voice is clarifying, ചില സമയത്ത് വ്യക്തത നൽകുന്നതാകുന്നു. but it'll always be satisfying for a child of God. എന്നാൽ ദൈവ പൈതലിന് അത് എപ്പോഴും സംതൃപ്തി നൽകുന്നതായിരിക്കും. Thirdly, be obedient. മൂന്നാമതായിട്ട് നിങ്ങൾ അനുസരണമുള്ളവരായിരിക്കുക. Act upon God's word. ദൈവത്തിന്റെ വചനത്തിന്റെ മേൽ നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. Don't just be hearers of the word, but be doers of God's word. നിങ്ങൾ ദൈവവചനം കേൾക്കുന്നവർ മാത്രമാകാതെ എന്നാൽ അത് പ്രവർത്തിക്കുന്നവരുമാകണം. Not partial obedience, ഭാഗികമായിട്ട് മാത്രം അനുസരിക്കുവാനല്ല, not delayed obedience, നമ്മൾ താമസിച്ചുകൊണ്ട് അനുസരിക്കാനായിട്ടല്ല. because delayed obedience is disobedience. വൈകിയുള്ള അനുസരണം എന്ന് പറയുന്നത് അനുസരണക്കേട് പോലെ തന്നെയാണ്. Nor be following preferential obedience. അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള അനുസരിച്ച് മാത്രം അനുസരിക്കുവാനുമല്ല നാം ശ്രമിക്കേണ്ടത്. Follow him with all your heart. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ അനുഗമിക്കുക. Be on the alert. നിങ്ങൾ ഉണർന്നിരിക്കുക. Trust the voice of the Holy Spirit. പരിശുദ്ധാത്മ സ്വരത്തെ നിങ്ങൾ ആശ്രയിക്കുക. Be obedient. ദൈവത്തെ അനുസരിക്കുക. Then God is calling us to be humble. അതിനുശേഷം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം താഴ്മയുള്ളവരായിരിക്കുക. Submit yourself before the mighty hand of God. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പാൻ അനുവദിക്കുക. Resist the devil and he will flee from you. പിശാചിനെ നിങ്ങൾ എതിർക്കുക, അങ്ങനെ അവൻ നിങ്ങളെ വിട്ടുപോകും. Don't elevate yourself above the plans of God, but submit and say, God, your will be done in my life. ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഉപരിയായി നിങ്ങളെ തന്നെ ഉയർത്താതെ, എന്നാൽ ദൈവ പദ്ധതിക്ക് നിങ്ങളെ കീഴ്പ്പെടുത്തി ദൈവത്തോട് നിങ്ങൾ സമർപ്പിക്കുക. Humility is dependence on God. താഴ്മ എന്ന് പറയുന്നത് ദൈവത്തെ ആശ്രയിക്കുക. Saying, God, I need you to guide me and lead me and help me. ആ താഴ്മയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്രകാരം പറയും, കർത്താവേ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാകുന്നു, അങ്ങെന്നെ നയിക്കണമേ, അങ്ങെന്നെ ബലപ്പെടുത്തണമേ, Comfort me. എന്നെ ആശ്വസിപ്പിക്കണമേ, I need your strength today. അങ്ങയുടെ ബലം എനിക്ക് ഇന്ന് ആവശ്യമാകുന്നു. And when you lean on God, അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ മേൽ ചായുമ്പോൾ, and when you humble down, അങ്ങനെ നിങ്ങൾ താഴ്മപ്പെടുമ്പോൾ, he will lift you up in due time. ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. Jesus said, not my will, but your will be done. യേശു ഇപ്രകാരം പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല എന്നാൽ അങ്ങയുടെ ഇഷ്ടം നിവൃത്തിയാകട്ടെ. Humility is never weakness. താഴ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, Humility is true strength. എന്നാൽ താഴ്മ എന്ന് പറയുന്നത് യഥാർത്ഥ ശക്തിയാകും. Don't allow yourself to be tempted to be proud, നിങ്ങൾ അഹങ്കാരിയാകുവാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ നിങ്ങൾ പരീക്ഷയിലേക്ക് നയിക്കരുത്. because you're just setting yourself up to be destroyed by the devil. കാരണം അത് പിശാചിനാൽ നിങ്ങളെ തന്നെ നശിപ്പിക്കുവാനുള്ള അവസരം നൽകുന്നത് പോലെയാകുന്നു. Finally, be in fellowship. ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾ കൂട്ടായ്മയിലായിരിക്കുക. People of God, family of God, stay in fellowship. ദൈവജനമേ, നിങ്ങൾ കൂട്ടായ്മയിലായിരിക്കുക. Team up well. നിങ്ങൾ ഒന്നിച്ച് സംഘം ചേരുക. Whatever you do, don't isolate yourself. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ കൂട്ടം വിട്ടു പോകരുത്. Adam and Eve tried it. ആദാമും ഹവയും അത് ശ്രമിച്ചു. Judas tried it. യൂദാസ് അത് ശ്രമിച്ചു. It didn't go well. അത് തീർച്ചയായും അത് ഫലമുണ്ടായില്ല. Don't isolate yourself. അതുകൊണ്ട് നിങ്ങളെ തന്നെ വേർപെടുത്തി കൂട്ടം വിട്ടു പോകരുത്. Stay in the family of God. നിങ്ങൾ ദൈവ കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുക. You can never win the destroyer by his weapons. പിശാചിൻ്റെതായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഹാരകനെ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കുവാൻ കഴിയുകയില്ല. But the Bible says the weapons of our warfare are not carnal. എന്നാൽ വചനം പറയുന്നത് നമുക്കുള്ളതായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ആത്മീയ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് അത് ജഡീകമല്ല, They are mighty in the Holy Ghost. എന്നാൽ അത് പരിശുദ്ധാത്മാവിൽ വളരെ ശക്തമാകുന്നു. And that is why when Jesus said in John 10:10, അതാകുന്നു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വചനം ഇപ്രകാരം പറയുന്നു, a thief comes to steal, kill and destroy. കള്ളൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പപ്പാനുമായി വരുന്നു. But the good news is Jesus said, I have come that you may have life. എന്നാൽ യേശു സുവാർത്തയായി നമ്മോട് പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ജീവനെ നൽകുവാൻ വന്നിരിക്കുന്നു, And that you might have it abundantly. ആ ജീവൻ നിങ്ങൾക്ക് സമൃദ്ധിയായി ഉണ്ടാകുവാനും തന്നെ. God wants you to have abundant life. ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായ ഒരു ജീവൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Oh, I long to have abundant life every day. എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഈ സമൃദ്ധിയായിട്ടുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു. Abundant life is not in the
abundance of our wealth, സമൃദ്ധിയായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിന്റെ സമൃദ്ധിയല്ല, of our beauty, or for provision. അല്ലെങ്കിൽ സൗന്ദര്യമോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ ആ സമ്പത്തല്ല, അല്ലെങ്കിൽ സമൃദ്ധിയല്ല. It's not the abundance of your knowledge അത് നിങ്ങളുടേതായിട്ടുള്ള അറിവിന്റെ സമൃദ്ധിയല്ല, or the abundance of the power you have. അതോ നിങ്ങൾക്കുള്ള ശക്തിയുടേതായിട്ടുള്ള സമൃദ്ധിയല്ല. Romans 14:17 says, റോമാലേഖനത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: the kingdom of God is a matter of righteousness, peace, and joy in the Holy Ghost. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. Righteousness is to be right with God, നീതി എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നാം നീതിയിലായിരിക്കുക, to live in peace with God, ദൈവവുമായിട്ട് നാം സമാധാനത്തിലായിരിക്കുക, and to be filled with the joy of the Holy Ghost. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുക. When you're right with God, നിങ്ങൾ ദൈവവുമായിട്ട് ഏറ്റവും നല്ല അല്ലെങ്കിൽ നീതിയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ you're living for His will. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കും. When you're at peace with God and man, നിങ്ങൾ ദൈവവുമായിട്ടും മനുഷ്യരുമായും നിങ്ങൾ സമാധാനത്തിലായിരിക്കുമ്പോൾ nothing offends you. ഒന്നും നിങ്ങളെ മനപ്രയാസപ്പെടുന്നില്ല. And when you're filled with the joy of the Holy Ghost, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുള്ളപ്പോൾ you become a blessing to everyone around you. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറുന്നു. This is the plan of God. ഇത് ദൈവത്തിന്റെ പദ്ധതിയാകുന്നു. May the Lord bless you and fill you. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിറയ്ക്കുമാറാകട്ടെ. And may you live aware of the schemes of the devil. നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായി മാറട്ടെ. And through your life also, may God destroy the destroyer. നിങ്ങളുടെ ജീവിതത്തിലൂടെയും ദൈവം പിശാചിനെ തകർക്കുമാറാകട്ടെ. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen. ആമേൻ. ഇന്ന് ഡോക്ടർ ജോൺ പങ്കുവച്ചതായിട്ടുള്ള സന്ദേശം തീർച്ചയായും നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തീർച്ചയായിട്ടും അത് അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ എനിക്ക് ചില കാര്യങ്ങൾ നൽകാം എന്ന് പറഞ്ഞു വന്നപ്പോൾ അവൻ അഭിനയിച്ചത് എന്നെ കരുതുന്നവനായിട്ടാണ് എന്ന് പറഞ്ഞ ആ പോയിന്റ് എനിക്ക് വളരെ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ദൈവഹിതമല്ലാത്ത ഏത് ഓഫർ വന്നാലും അത് പിശാചിൽ നിന്നുള്ളതാണെന്നും അവൻ്റെ അഭിനയമാണെന്നും എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇന്ന് പല സത്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിടുവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയം നമുക്ക് ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാകും. എന്നോട് ചേർന്ന് നാം ഒരു കുടുംബമായി നമുക്കിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ വർഷം കൂടെ ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമം ഞങ്ങൾ സ്തുതിക്കുന്നു, ഉയർത്തുന്നു. കർത്താവ്, ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഒരു കുടുംബമായി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സകല നന്മകളും ഇവരുടെ മേൽ വരുമാറാകട്ടെ. സങ്കീർത്തനത്തിൽ പറയുന്ന അനുഗ്രഹം പോലെ കർത്താവെ, ഈ പ്രിയപ്പെട്ടവർ ചെയ്യുന്നതൊക്കെയും സാധിക്കുമാറാകട്ടെ. ദൈവവുമായിട്ടുള്ള ഇവരുടെ ബന്ധം കർത്താവെ ഈ വർഷം ഏറ്റവും മികച്ചതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് മഹത്വം കൊണ്ടുവരുവാനായിട്ടും അനേകർക്ക് അനുഗ്രഹമാകുവാനായിട്ടും കർത്താവ് ഇവരെ സഹായിക്കുമാറാകട്ടെ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മീഡിയ ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആത്മീയമായിട്ട് വളരുവാൻ ആവശ്യമായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ലൈക്ക് ചെയ്തുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അത് വലിയ സഹായകരമാകും. നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ആ സംഭാവന സാധ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓഫീസ് ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഈ ഓൺലൈൻ സർവീസിൽ ഇന്ന് ആദ്യമായിട്ട് ട്യൂൺ ഇൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ കമൻസിലുള്ള കണക്ട് ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ എൻ്റർ ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കണക്ട് ടീം നിങ്ങളുമായി കൂടുതൽ അറിയുവാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് അവർ ഏറ്റവും താല്പര്യത്തോടു കൂടി ആയിരിക്കും. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ 12 വർഷം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ വിടുവിക്കുന്നതായിട്ടുള്ള വചനം കേൾക്കുവാനും അത് സ്വീകരിക്കുവാനും കർത്താവ് തന്ന അവസരത്തിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിവുള്ളവരായി
പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് ദൈവരാജ്യത്തെ പണിയുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അതിനായി ഞങ്ങൾ ചോദിക്കുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഈ കഴിഞ്ഞ 12 വർഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നാം ഇന്ന് ഒരു കുടുംബമായി ഇങ്ങനെ നിൽക്കുമ്പോൾ അത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാകുന്നു, അനേക വ്യക്തികളുടെ ത്യാഗത്തിൻ്റെ ഫലമാകുന്നു, അനേക വ്യക്തികൾ സ്നേഹത്തിൽ നിന്നുള്ള അവരുടെ വേല നമുക്ക് നൽകിയിരിക്കുന്നു, അനേക വ്യക്തികൾ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു, അനേക വ്യക്തികൾ തങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് അവർ നൽകിയിരിക്കുന്നു. അതിനെല്ലാമായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു. WICC നാം ഒരു കുടുംബമാകുന്നു, ദൈവ പദ്ധതിയിലായിരിക്കുന്ന ദൈവ കുടുംബം.